ദൈവിക ജ്ഞാനത്തിൽ നമ്മൾ വിവേചിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ പങ്കുവെക്കാൻ പോവുക. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധാപൂർവമായിരിക്കണം. ഇന്ന് പിശാച് സഭയുടെ സത്യവിശ്വാസത്തെയും അതുപോലെ തന്നെ അനേകരെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി പിശാച് കൊണ്ടുവരുന്ന ഒരു പ്രബോധനം, ഒരു ടീച്ചിങ് ആണ് യൂണിവേഴ്സലിസം. ശ്രദ്ധിച്ചെല്ലാവരും, യൂണിവേഴ്സലിസം. എന്താണ് യൂണിവേഴ്സലിസം? ആദിമ സഭയിൽ സഭാ പണ്ഡിതനായിരുന്ന ഒറിജിൻ എന്ന് പറയുന്ന ഒരു വലിയ സഭാ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം നല്ല അറിവും പാണ്ഡിത്യക്കുള്ള ആളാണ്. സഭാചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രബോധനത്തിൻ്റെ പിന്തുടർച്ചയാണ് ഈ യൂണിവേഴ്സലിസം. അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞു, ദൈവം കരുണ മാത്രമാണ്. അത് ശരിയാണ്, ദൈവം കരുണാമയനാണ്. ദൈവത്തിൻ്റെ കരുണയാൽ അവിടുന്ന് എല്ലാവരെയും രക്ഷിക്കും. ദൈവത്തിൻ്റെ കരുണയാൽ എല്ലാവരും രക്ഷിക്കപ്പെടും. ആരും നരകത്തിൽ പോവില്ല. എല്ലാവർക്കും സ്വർഗമുണ്ട്. അവസാന സമയം ദൈവത്തിൻ്റെ കരുണയാൽ പിശാച് പോലും രക്ഷപ്പെടും. അങ്ങനെ നരകമില്ലാതാകും. നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് പോകും. എന്ത് നല്ല ടീച്ചിങ് അതല്ലേ! എന്ത് നല്ല പഠനം ഇത്! എന്ത് സുഖം നമുക്കത്! അങ്ങനെയാണോ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ആദിമ സഭയിൽ ജ്ഞാനമുള്ള സഭാപിതാക്കന്മാരെ ആ പ്രബോധനത്തെ ശപിച്ചു തള്ളി. ഈ ഒറ്റ പഠനത്തിന്റെ പേരിലാണ്. അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്ന സഭാപണ്ഡിതൻ സഭാപിതാക്കന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെടേണ്ടവനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ മാറ്റി നിർത്തി. ആ പഠനത്തെ ശപിച്ചു തള്ളി ആദിമസഭാ കാലഘട്ടത്തിൽ. ഇന്ന് ഇതിൻ്റെ പ്രചാരകരെ പോലെ ഈ കാലഘട്ടത്തിൽ പല ശുശ്രൂഷകരുണ്ട്. അവർ നരകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, പലരും എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നത്? ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ അത്ര വലിയ പ്രാധാന്യം കൊടുക്കണ്ട. ദൈവം കരുണയാണ്, കരുണയാണ്, ദൈവം കരുണയാണ്, ദൈവം കരുണയാണ്. എന്നാലൊപ്പം ദൈവം നീതിയുടെ ദൈവം കൂടിയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. വെളിപാട് പുസ്തകം 21:27 ഇത് കർത്താവിൻ്റെ പരിശുദ്ധ വചനമാണ്. അവിടെ എന്താ പറയുന്നത്? എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും, മ്ലേച്ഛതയും കൗടില്യം പ്രവർത്തിക്കുന്ന ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഇത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധനമാണ്. ഇന്ന് പല പ്രഘോഷകരും നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് അസ്വസ്ഥതയാണ്. നമ്മൾ നരകം തന്നെ പറയാനല്ല പറയുന്നത്, പക്ഷെ അത് നമ്മൾ പഠിപ്പിക്കണം. ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട്. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൻ്റെ 3-ാം പ്രത്യക്ഷീകരണത്തിൽ 1917 ജൂലൈ മാസം 13-ാം തീയതി പരിശുദ്ധ അമ്മ മാതാവ് തൻ്റെ ചൂണ്ടുവിരൽ ആകാശത്തിലേക്ക് നീട്ടിയപ്പോൾ ആ 3 ഇടയ കുഞ്ഞുങ്ങൾ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് അവർ മറ്റൊരു പ്രതലത്തിലേക്ക് എത്തി. ആ കുഞ്ഞുങ്ങൾ അവർ ഭയപ്പെടുകയാണ്. അവർ നോക്കുമ്പോൾ ഇത് വലിയൊരു അഗ്നിത്തടാകം. അഗ്നിത്തടാകത്തിൽ അനേക ആത്മാക്കൾ നിലവിളിക്കുന്നു, ശപിക്കുന്നു, പ്രാകുന്നു, മുരളുന്നു. പരിശുദ്ധ അമ്മ ചോദിക്കും, മക്കളെ, നിങ്ങൾ ഈ കാണുന്നത് എന്താ നിങ്ങൾക്ക് അറിയോ? ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു, അമ്മേ, ഞങ്ങൾക്കറിയില്ല. അമ്മ മാതാവ് പറഞ്ഞു, ഇതാണ് നിത്യനരകം, ഇതാണ് നിത്യനരകം. ഈ നരക ദർശനം അമ്മ മാതാവ് കാണിച്ചു കൊടുത്തത് 95 വയസ്സായി വല്യപ്പച്ചനല്ല, 80 വയസ്സ് പ്രായമുള്ള വല്യമ്മച്ചിക്കുമല്ല. 8 വയസ്സ് പ്രായം, 9 വയസ്സ് പ്രായം, 11 വയസ്സ് പ്രായമുള്ള കൊച്ചു കുട്ടികൾക്കാണ് നരകദർശനം കൊടുത്തത്. അമ്മയ്ക്ക് അറിയില്ലേ? ഇത് കണ്ടു കഴിഞ്ഞ് ഈ കുട്ടികൾ പേടിക്കും, അവർക്ക് അസ്വസ്ഥത വരും, ഭയം ജനിക്കും. അമ്മ എന്താ മണ്ടിയാണോ? പിന്നെ എന്തിനാണ് സ്വർഗം ആ കുഞ്ഞുങ്ങൾക്കത് കാണിച്ചു കൊടുത്തത്? ഈ നരകദർശനം കണ്ടതോടുകൂടി അവരിൽ ദൈവഭയം വർദ്ധിച്ചു. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാനുള്ള അവരുടെ പ്രതിബദ്ധത വർദ്ധിക്കുകയാണ്.